നമ്മുടെ ഈ കൂർക്കം വലി അലർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കൂർക്കമ്പലി എനിക്ക് കൂടുതൽ നമ്മുടെ പാർട്ട്നേഴ്സിനായിരിക്കും കൂടുതൽ അലർജി ഉണ്ടാക്കാവുന്നതാണ് അല്ലേ. രണ്ട് ഇതുണ്ട് നമുക്ക്, ചിൽഡ്രൻ ആൻഡ് അഡൽട്സ്, അങ്ങനെ രണ്ട് പീഡിയാട്രിക് ആൻഡ് അഡൽട്ട് എന്ന് പറയാം. പീഡിയാട്രിക്കിൽ കൂർക്കമ്പലിയുടെ ഒരു പ്രധാന കാരണം നമ്മൾ അഡിനോയിഡ്സ്, മൂക്കിന്റെ പുറകിലെ ദശ ഭയങ്കര കോമൺലി അലർജി ആണ് അതിന്റെ ഒരു മെയിൻ റീസൺ. അലർജി ഇല്ലാതെയും വരാം. നമ്മൾ വായുടെ ഉള്ളിൽ തുറക്കുമ്പോൾ ടോൺസിൽസ് കാണുന്ന പോലെ മൂക്കിന്റെ പുറകിൽ നമ്മൾ അഡിനോയിഡ്സ് എന്ന് പറയും. അതാണ് കുട്ടികളിൽ. അഡൽട്സിൽ ഒബീസിറ്റി ആണ് കോമണസ്റ്റ് കോസ്, അലർജീനേക്കാൾ കൂടുതലായിട്ട്. ഒബീസിറ്റി വരുമ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉള്ളിലത്തെ സോഫ്റ്റ് ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒരു വീക്കം വന്ന പോലെ, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സ്റ്റേജ്, അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂർക്കമ്പലി വരാം. അലർജി ഒരു ചെറിയ ശതമാനം കോൺട്രിബ്യൂഷൻ അതിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും മെയിൻ റീസൺ അലർജി അല്ല, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയാണ്. അത് ചില സമയത്ത് കൂർക്കമ്പലി ഭയങ്കര സിവിയർ ആയിരിക്കും, ഒച്ചയായിരിക്കില്ല സിവിയർ, ആ ഒരു പ്രോസസ്സ്. അപ്പൊ അത് സിവിയർ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ലെവൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ കുറയും. അതാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ആ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ബ്രെയിൻ ഡാമേജ് അങ്ങനെ വരാം ചെറിയ. അപ്പൊ അങ്ങനത്തെ ശരിക്കും കറക്റ്റീവ് സർജറീസ് വേണം. ഇപ്പൊ അഡിനോയിഡ്സ് ആണെങ്കിൽ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ സർജറി വേണം. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ സ്ലീപ്പ് സ്റ്റഡീസ് ഒക്കെ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അത് ശരിക്കും അലർജിയുടെ ഒരു പാരലായിട്ട് പോകുന്ന ഒരു കാര്യം. സ്ലീപ്പ് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ മൂക്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അഡിനോയിഡ്സ് കൂട്ടി. കുട്ടികളിൽ അഡിനോയിഡ്സും അഡൽട്സിൽ ഈ സ്ലീപ്പ് ആപ്നിയ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആണ് അതിന്റെ ഒരു കോസ്.